നമസ്കാരം. ഇന്നത്തെ തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം. തീര നിരീക്ഷണ ദൗത്യവുമായി കൊച്ചിയിൽ നിന്നുള്ള നാവികസേനാ കപ്പൽ INS കൽപ്പേനി വിഴിഞ്ഞം തുറമുഖത്ത് അടുത്തു. രാജ്യാന്തര തുറമുഖം പ്രവർത്തനക്ഷമമായ പശ്ചാത്തലത്തിലാണ് സേനാ കപ്പൽ എത്തിയതെന്നാണ് വിവരം. ജില്ലയിലെ തീരങ്ങളുടെ നിരീക്ഷണമാണ് ദൗത്യം. ഇന്ന് മടങ്ങും. എല്ലാ ആഴ്ചയിലും കപ്പൽ നിരീക്ഷണത്തിന് വിഴിഞ്ഞത്ത് എത്തും. തലസ്ഥാന ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കാനിടയായ സാഹചര്യം ഇപ്പോഴും അജ്ഞാതം. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നെയ്യാറ്റിൻകര കണ്ണറവിള സ്വദേശിക്ക് രോഗം ബാധിച്ചത് ലഹരി ഉപയോഗമെന്നാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തൽ. പൊടി രൂപത്തിലുള്ള ലഹരി വസ്തുക്കൾ വെള്ളത്തിൽ ചേർത്ത് മൂക്കിലേക്ക് വലിച്ചു കയറ്റിയതുകൊണ്ടാവാമെന്നാണ് കണ്ടെത്തൽ. കുളത്തിലെ വെള്ളം ലഹരി ഉപയോഗത്തിന് ഉപയോഗിച്ചതായും ആരോഗ്യവകുപ്പ് പറയുന്നു. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് 6 പേരാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഉള്ളത്. കേരളത്തിൽ വീണ്ടും തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. മലയോരങ്ങളിലാവും മഴ കൂടുതൽ ശക്തമാകുക. തീവ്ര മഴ പ്രതീക്ഷിക്കുന്ന ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ള ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും നൽകി. വയനാട് ജില്ലയിൽ മഞ്ഞ മുന്നറിയിപ്പാണ്. ടൂറിസം മേഖലയിലെ സ്പായിൽ തോക്കു ചൂണ്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചയാൾ അറസ്റ്റിൽ. വട്ടപ്പാറ കണക്കോട് രാജ്ഭവനിൽ GP കുമാർ ആണ് പിടിയിലായത്. വർക്കല പാപനാശം നോർത്ത് ക്ലിഫിലെ സ്പായിൽ മസാജിങ്ങിനായാണ് ഇയാൾ എത്തിയത്. തുക സംബന്ധിച്ചുള്ള തർക്കത്തിനിടെ റിസപ്ഷനിസ്റ്റിനെ ഇയാൾ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. റിസപ്ഷനിസ്റ്റ് ഭയന്ന് നിലവിളിച്ചതോടെ അവിടെയുണ്ടായിരുന്നവർ കുമാറിനെ കീഴ്പ്പെടുത്തി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മഗൃഹമായ ചെമ്പഴന്തി വയൽവാരം വീടിനോട് ചേർന്നുള്ള മുത്തശ്ശി പ്ലാവിന് വൃക്ഷായുർവേദ ചികിത്സയിലൂടെ പുതുജീവൻ നൽകുന്നു. പ്ലാവിന് 300 മുതൽ 500 വർഷം വരെ പ്രായം കണക്കാക്കുന്നു. 2 ആൾ പൊക്കമുള്ള തായ്തടിയുടെ കാതൽ നശിച്ചു തുടങ്ങി. ശേഷിക്കുന്ന ശാഖകളിൽ ചക്കയുണ്ടാകാറുണ്ട്. മുത്തശ്ശി പ്ലാവിന്റെ ചുവട് തറകെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. പരിസ്ഥിതി പ്രവർത്തകനും വൃക്ഷവൈദ്യനുമായ K ബിനുവിന്റെ നേതൃത്വത്തിലാണ് ചികിത്സ. ഓപ്പൺ ഡബിൾ ഡക്കർ ബസ്സിൽ തലസ്ഥാന നഗരം ചുറ്റിക്കാണാനാകുന്ന നഗരക്കാഴ്ചകൾ ഇലക്ട്രിക് ബസ് സർവീസിന് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വരെ 100 രൂപ മാത്രമുണ്ടായിരുന്ന സർവീസിനാണ് അപ്പർ ഡക്കിലെ നിരക്ക് ഇരട്ടിയാക്കിയത്. വലിയ സ്വീകാര്യത ലഭിച്ച സർവീസുകൾ ഹിറ്റായതോടെ മറ്റു ജില്ലകളിൽ നിന്നുൾപ്പെടെ വിനോദസഞ്ചാരികളും വിദ്യാർത്ഥികളുമൊക്കെ നഗരം ചുറ്റിക്കാണാനായി തലസ്ഥാനത്തേക്ക് ഒഴുകാൻ തുടങ്ങി. കോർപ്പറേഷന് വരുമാനവും വർദ്ധിച്ചു. ഇതോടെയാണ് മുന്നറിയിപ്പില്ലാതെയുള്ള നിരക്ക് വർധന. ഇരുനിലകളിലുമായി ആകെ 65 സീറ്റുകളാണ് ബസ്സിലുള്ളത്. കഴക്കൂട്ടത്ത് വെള്ളത്തിനായി വലഞ്ഞ് ജനം. 10 ദിവസമായി പ്രദേശത്ത് വെള്ളമില്ല. ടെക്നോ പാർക്കുകൾ ഉൾപ്പെടെ പ്രമുഖ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ കഴിഞ്ഞ 1 വർഷത്തിനിടെ നിരവധി തവണയാണ് പൈപ്പ് പൊട്ടിയത്. പൈപ്പ് പൊട്ടിയാൽ പിന്നെ ദിവസങ്ങളോളം വെള്ളമുണ്ടാകില്ല. കോർപ്പറേഷൻ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാറുണ്ടെങ്കിലും ഇത് കൃത്യമായി നടത്താറില്ലെന്നും റോഡിൽ നിന്ന് മാറി താമസിക്കുന്നവർക്ക് ടാങ്കർ വെള്ളം കിട്ടുന്നില്ല എന്നും പരാതിയുണ്ട്. എന്നാൽ ഫ്ളാറ്റുകൾക്ക് യഥേഷ്ടം വെള്ളം ലഭിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ഇതിനു പിന്നിൽ ഒത്തുകളിയുണ്ടെന്നും അവർ ആരോപിക്കുന്നു. വിപണിയിലിറങ്ങി ഒരാഴ്ച കൊണ്ട് ഓണം ബെമ്പർ ലോട്ടറിയുടെ വിൽപ്പന വൻ കുതിപ്പിലാണ്. 25 കോടിയാണ് ഒന്നാം സമ്മാനം. എന്നാൽ ഇതിനൊപ്പം ലോട്ടറി തട്ടിപ്പ് സംഘങ്ങളും കളം പിടിച്ചു കഴിഞ്ഞു. ഓൺലൈനായുള്ള അനധികൃത വിൽപ്പന സജീവമാവുകയാണ്. കൊറിയറിലും സ്പീഡ് പോസ്റ്റിലും ഇന്ത്യയിൽ എവിടെയും അയക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയുള്ള അനധികൃത കച്ചവടം. ഏജൻസി സീലുള്ള പേപ്പർ ലോട്ടറിക്ക് അംഗീകാരമുള്ളൂ എന്നറിയാത്തവരാണ് തട്ടിപ്പിൽ വീഴുന്നത്. തമിഴ്നാട് ആന്ധ്ര സംസ്ഥാനക്കാർ കബളിപ്പിക്കപ്പെടുന്നതോടെ ലോട്ടറി വകുപ്പ് അവിടുത്തെ പത്രങ്ങളിൽ ഇത് നിയമവിരുദ്ധമാണെന്ന് പരസ്യം നൽകിക്കഴിഞ്ഞു. വാഹന പരിശോധനയ്ക്കിടെ വെട്ടിച്ച് കടക്കാൻ ശ്രമിച്ച ദമ്പതിമാരിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തത് 12.5 കിലോ കഞ്ചാവ്. സംഭവത്തിൽ മുട്ടത്തറയിലെ പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള തരങ്കിണി നഗറിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഉണ്ണികൃഷ്ണൻ, ഇയാളുടെ ഭാര്യ അശ്വതി എന്നിവരെ
കോവളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഉണ്ണികൃഷ്ണനെ 125 കിലോയോളം കഞ്ചാവുമായി നേരത്തെ പിടികൂടിയിട്ടുണ്ട്. നഗരമടക്കമുള്ള സ്ഥലങ്ങളിൽ കഞ്ചാവ് മൊത്തം വിതരണം നടത്തുന്നയാളാണെന്ന് കോവളം പോലീസ് പറഞ്ഞു. വിഴിഞ്ഞത്ത് മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കുന്നതിന് മുമ്പ് ജനങ്ങളുമായി ചർച്ച നടത്തണമെന്നും ആഘാത പഠനം നടത്തണമെന്നും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. താൻ മുന്നോട്ട് വച്ച 100 ദിന കർമ്മ പദ്ധതികളിൽ ഒന്നാണിത്. പദ്ധതിക്ക് കേന്ദ്ര സഹായം ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വർക്കല ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഭക്ഷ്യസുരക്ഷാ സർട്ടിഫിക്കേഷൻ ക്ലാസ് 13-ന് 9:30 വർക്കല മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടക്കും. ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, ബോർമ, കാറ്ററിംഗ് യൂണിറ്റ്, ഭക്ഷ്യമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയിലെ ജീവനക്കാർക്ക് പങ്കെടുക്കാം. വെഞ്ഞാറമൂട് ഒരേ വർഷം സർവീസിൽ പ്രവേശിച്ച അടുത്ത നാട്ടുകാരായ 2 പേർക്ക് IPS. സന്തോഷിച്ച് നാട്ടുകാർ. വെമ്പായം സ്വദേശിയായ കെ മുഹമ്മദ് ഷാഫി, വെഞ്ഞാറമൂട് സ്വദേശിയായ എ ഷാനവാസ് എന്നിവർക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം IPS നൽകിയത്. സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രവർത്തനങ്ങളുമാണ് ഇവരെ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവരായി മാറ്റിയത്. 1995-ലാണ് ഇരുവരും പോലീസ് സേനയുടെ ഭാഗമായത്. വെഞ്ഞാറമൂട് പനി ബാധിച്ച് 7 വയസ്സുകാരൻ മരണപ്പെട്ടു. പുല്ലമ്പാറ മുത്തിപ്പാറയിൽ ബിജു രഞ്ജു ദമ്പതികളുടെ മകൻ കാശിനാഥാണ് മരിച്ചത്. KVM സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. പനി ബാധിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയോടെ മരണം സംഭവിക്കുകയായിരുന്നു. പാറശാല ലക്ഷങ്ങളുടെ വില വരുന്ന MDMA പാറശാലയിൽ പിടികൂടി. 45.7 ഗ്രാം MDMAയുമായാണ് 2 യുവാക്കളെ റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡും പാറശാല പോലീസും ചേർന്ന് പിടികൂടിയത്. പൂന്തുറ മാണിക്യവിളാകത്ത് മദവിൽ പുതുവൽ പുത്തൻ വീട്ടിൽ അനു, മഞ്ചവിളാകം ചായ്ക്കോട്ടുകോണം കുളത്തുമ്മൽ അനന്തേരി പുത്തൻ വീട്ടിൽ ശ്രീജിത്ത് എന്നിവരാണ് പിടിയിലായത്. വെള്ളിയാഴ്ച പുലർച്ചെ 2-ഓടെ പാറശാല പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് യുവതി മരിച്ചു. ചേർത്തല സ്വദേശി ജെ ഇന്ദുവാണ് മരിച്ചത്. തുമ്പച്ചെടി കൊണ്ടുണ്ടാക്കിയ തോരൻ കഴിച്ചതാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്നാണ് ബന്ധുക്കളുടെ സംശയം. വ്യാഴാഴ്ച രാത്രി തുമ്പ ഉപയോഗിച്ച് തയ്യാറാക്കിയ തോരൻ കഴിച്ചെന്നും തുടർന്ന് അസ്വസ്ഥത ഉണ്ടായെന്നുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ഭക്ഷ്യവിഷബാധയെന്ന് സൂചിപ്പിച്ചാണ് FIR രജിസ്റ്റർ ചെയ്തത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.